ഡൽഹിയിലേക്കാണ് ആദ്യം പോകുന്നത്. ആർ രാധാകൃഷ്ണൻ ചേരുന്നുണ്ട്. രണ്ടാം മോദി സർക്കാരിന്റെ കാലത്തെ അവസാന ലോക്സഭാ സമ്മേളനം ഇന്ന് സമാപിക്കും. അയോധ്യ രാമക്ഷേത്രം ഇരുസഭകളും ചർച്ച ചെയ്യും. ബജറ്റ് സമ്മേളനത്തിന് കൊടിയിറങ്ങുന്നതോടെ രാജ്യം തിരഞ്ഞെടുപ്പ് ചൂടിലേക്ക് കടക്കുകയാണ്. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം അടുത്ത മാസം ആദ്യം ഉണ്ടാകുമെന്നും സൂചനകളുണ്ട്. ആർ രാധാകൃഷ്ണൻ ചേരുന്നുണ്ട് ഡൽഹിയിൽ നിന്ന് വിവരങ്ങളുമായി. ആർ കെ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് ആർ കെ. വളരെ ചൂടേറിയ വാദപ്രതിവാദങ്ങളും എല്ലാം ഉള്ള ഒരു പാർലമെന്റ്, എന്താ പറയുക, സംഭവ ബഹുലമായ ഒരു പാർലമെന്റ് സെഷനാണ് അവസാനിക്കാൻ പോകുന്നത്. പക്ഷേ തീർച്ചയായിട്ടും ചൂട് കൂടി വരികയാണ്. ഏപ്രിൽ മാസത്തിൽ ഉണ്ടാകുമോ തെരഞ്ഞെടുപ്പ്? ആ രീതിയിൽ നമ്മൾ ഉറ്റുനോക്കുന്നത് ഈ തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപനത്തെ തന്നെയാണ്. ഇന്ന് ഈ സമ്മേളനത്തിന്റെ അവസാന ദിവസം എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് ആർക്കെ? ഈ തണുത്തു വിറച്ച ഒരു കാലമാണ് ഡൽഹിയെ സംബന്ധിച്ചുള്ളത്. ഈ തണുത്തു വിറച്ച ഡൽഹിയിൽ ചൂടേറിയ രാഷ്ട്രീയ സാഹചര്യങ്ങൾ കാണുന്ന ഒരു ദിവസങ്ങളാണ് കടന്നുപോയത്. 17ാം ലോക്സഭയുടെ അവസാനത്തെ സമ്മേളനം ഇന്ന് അവസാനിക്കുകയാണ്. അവസാന ദിവസത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത, രണ്ട് സഭകളിലും റൂൾ 193 അനുസരിച്ച് നടക്കുന്ന ഹ്രസ്വ ചർച്ചയാണ്. രാമക്ഷേത്ര നിർമ്മാണവുമായി ബന്ധപ്പെട്ടിട്ടും അയോധ്യയിലെ ശ്രീരാമ പ്രാണപ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ടിട്ടും ഉള്ള വിഷയം ഹ്രസ്വ ചർച്ചയായിട്ട് രണ്ട് സഭകളിലും വരുന്നു എന്നുള്ളതാണ് ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത. രാജ്യസഭയിൽ ഇന്നലെ ലോക്സഭയിൽ നടന്നതിന് സമാനമായിട്ട് ധവളപത്രത്തിന്മേലുള്ള ചർച്ചയും നടക്കും. അങ്ങനെ സംഭവ ബഹുലമായിട്ടുള്ള ഒരു അവസാനം, പാർലമെന്റ് സൈനയുടെ ആകാൻ പോകുന്ന ദിവസം ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ചകൾ നടക്കുന്നു എന്നുള്ളതാണ് ഇന്ന് ശ്രദ്ധേയമാകാനായിട്ട് പോകുന്നത്. രണ്ടാം മോദി സർക്കാരിൻ്റെ അവസാന ലോക്സഭാ സമ്മേളനത്തിന് കൂടിയാണ് ഇന്ന് തിരശ്ശീല വീഴാനായിട്ട് പോകുന്നത്. ഇതിനുശേഷം നേരത്തെ സ്മിത സൂചിപ്പിച്ചതുപോലെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനമാണ് ഉണ്ടാവുക. മാർച്ച് 2ാം വാരത്തിൽ ആ പ്രഖ്യാപനം ഉണ്ടാകും. അത് ലക്ഷ്യമിട്ടുകൊണ്ടുള്ള നിലപാടുകളായിരിക്കും ഇന്ന് ലോക്സഭയിലും അതിനുശേഷമുള്ള ദിവസങ്ങളിൽ പുറത്ത് രാജ്യവ്യാപകമായിട്ടും പാർട്ടികൾ സ്വീകരിക്കാനായിട്ട് പോകുന്നത്. ഇപ്പോൾ തന്നെ 400 പാർ എന്ന മുദ്രാവാക്യം മുഴക്കി BJP രംഗത്തുണ്ട്. എന്നാൽ ഇതിലെല്ലാം ഉപരിയായി BJP ഞെട്ടിച്ചുകൊണ്ട് ഏറ്റവും ശക്തമായിട്ട് രാജ്യത്ത് മടങ്ങിയെത്താൻ സാധിക്കും എന്ന പ്രതീക്ഷയിൽ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ ഇന്ത്യ മുന്നണിയും തയ്യാറെടുക്കുന്ന ഒരു കാഴ്ചയാണ് കാണാനായിട്ട് സാധിക്കുന്നത്. രാഷ്ട്രീയമായിട്ടുള്ള ഭിന്നത ഇന്ത്യ മുന്നണിയിൽ പലതായിട്ട് നിലനിൽക്കുന്നുണ്ടെങ്കിലും അതെല്ലാം പരിഹരിക്കാൻ സാധിക്കും വരുന്ന ദിവസങ്ങളിൽ എന്ന് അവരും കരുതുന്നുണ്ട്. വലിയ പ്രചരണ പരിപാടികൾ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഇനി വരുന്ന ദിവസങ്ങളിൽ തീരുമാനിച്ചിരിക്കുന്നു. രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഓരോ നേട്ടങ്ങളും വിവരിച്ചുകൊണ്ട് NDAയും അതിന് വിപരീതമായിട്ട് തൊഴിലടക്കമുള്ള നഷ്ടങ്ങൾ വിവരിച്ചുകൊണ്ട് ഇന്ത്യ സഖ്യവും ശക്തമായിട്ടുള്ള പ്രതിഷേധ പരിപാടികളിലേക്ക് പോകുന്ന ഒരു സാഹചര്യവും ഉണ്ടാകും. ഇന്ന് പാർലമെന്റ് സമ്മേളനത്തിന് തിരശ്ശീല വീണു കഴിഞ്ഞാൽ അതിന് തുടക്കമാകും. ഇന്നലെ നടന്ന ചർച്ച ഏറെ ശ്രദ്ധേയമായിരുന്നു. ഈ ധവളപത്രത്തിന്മേൽ നടന്ന ചർച്ചയിൽ രണ്ട് പക്ഷവും അവരവരുടെ നിലപാടുകൾ രംഗത്ത് വെച്ച് മുന്നിൽ വന്നിരുന്നു. ധനമന്ത്രി സ്ഥാപിക്കാനായി ശ്രമിച്ചത് UPA സർക്കാരിൻ്റെ കാലത്ത് പോളിസി പാരാലിസിസ് അടക്കം അഴിമതി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കൊണ്ട് നിറഞ്ഞിരുന്നു എന്നാണെങ്കിൽ പാർലമെന്ററി ചരിത്രത്തിൽ ഇല്ലാത്ത പുതുപ്രവണതകൾ ഉണ്ടാക്കി ജനാധിപത്യത്തെ അസ്ഥിരപ്പെടുത്താനാണ് സർക്കാർ ശ്രമിക്കുന്നത് എന്ന വാദമാണ് ഉന്നയിച്ചത്. ഇതിൽ എടുത്തു പറയേണ്ട ഒരു പേര് പ്രതിപക്ഷ നിരയിൽ നിന്ന് നമ്മുടെ NK പ്രേമചന്ദ്രൻ ആണ്. അദ്ദേഹം കൊണ്ടുവന്ന നിരാകരണ പ്രമേയം, അദ്ദേഹമായിരുന്നു ഈ ചർച്ചയിൽ പ്രതിപക്ഷ നിരയിൽ ഏറ്റവും ശ്രദ്ധേയനായിട്ട് വന്നത്. പാർലമെന്റ് ഇങ്ങനെ ഒരു പ്രമേയം കൊണ്ടുവരാൻ, ലോക്സഭയ്ക്ക് ഇങ്ങനെ ഒരു പ്രമേയം ചർച്ച ചെയ്യാനായിട്ടുള്ള ഭരണഘടനാപരമായിട്ടുള്ള അവകാശത്തെ പോലും അദ്ദേഹത്തിന് ചോദ്യം ചെയ്യാനായിട്ട് സാധിച്ചു. നിർമ്മലാ സീതാരാമൻ ഇക്കാര്യങ്ങൾക്കെല്ലാം മറുപടി പറഞ്ഞ് സംസാരിച്ചപ്പോൾ പറഞ്ഞൊരു കാര്യവും ഏറെ ശ്രദ്ധേയമാണ്. കാരണം ഈ രാഹുൽ ഗാന്ധി 2004 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് പ്രധാനമന്ത്രിയെയും ബില്ലിനെയും തള്ളിപ്പറഞ്ഞതാണ്. അങ്ങനെയുള്ള കോൺഗ്രസിനും ഇന്ത്യ സഖ്യത്തിനും എങ്ങനെയാണ് ഈ ധവളപത്രത്തെ ചോദ്യം ചെയ്യാനാവുക എന്ന ചോദ്യമായിരുന്നു. അങ്ങനെ വാദപ്രതിവാദങ്ങൾ കൊണ്ട് സമ്പന്നമായ ഒരു സഭാ സമ്മേളനത്തിന് ഇന്ന് തിരശ്ശീല വീഴുകയാണ്. ശരി ആർക്കെ, ഇവിടെ ഒരു കമന്റ് വന്നിട്ടുണ്ട്. രേണുകയാണ് പറയുന്നത്, സ്മിത പ്രഭിത നമസ്കാരം, എത്ര തണുത്തു വിറച്ചാലും ആർക്കെ കൂടുതൽ ഭംഗിയാണ്, സൂപ്പറാണെന്ന്. അപ്പൊ ഇന്നത്തെ ഊർജ്ജമായില്ലേ ആർക്കെ? സത്യമാണ് കേട്ടോ. ആർക്കയുടെ ആ ഒരു ചെറുചിരിയോടുകൂടിയുള്ള ഒരു നിപ്പും ആ തണുപ്പിലൊക്കെ നല്ല കട്ടയ്ക്ക് നിൽക്കും. നല്ല ദിവസം ആവട്ടെ ആർക്കെ. താങ്ക് യു.